ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നെൽകർഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ പാടത്ത് ട്രില്ലർ അടിക്കുന്നതും ട്രാക്ടർ അടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ, അതായത് നെൽകൃഷിയിലെ എന്നെ നല്ല കൃഷി പഠിപ്പിച്ച ആളാണവൻ, സോജൻ വടക്കേറ്റു എന്ന് പറയും. അപ്പം ഇന്നലെ ഞങ്ങളുടെ RRSൻ്റെ ഒരു ഇതിൽ പോയപ്പോഴത്തേക്ക് കൃഷിക്കാർ പൊതുവെ ആവശ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ട്രില്ലറിന്. അപ്പോൾ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ട്രില്ലറിന് അടിക്കുന്നതാണ് നല്ലതെന്ന് സാറ് പറയുകയുണ്ടായി. അപ്പം കൃഷിക്കാർ പറഞ്ഞു ഈ ട്രില്ലറിന് അടിച്ചിട്ട് മണ്ണ് കിട്ടുന്നില്ല, ചവറ് കയറി പിടിക്കുന്നു. അപ്പം 7 ട്രില്ലറുണ്ട് ഈ സോജന്. അപ്പം അവൻ അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ട്രില്ലർ അടിച്ചിട്ട് നമുക്ക് മണ്ണിളകാത്തത്, മണ്ണനങ്ങാത്തുള്ളത്? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്താണ് അവൻ പറയുന്നതെന്ന്. ഇന്നലെ നമ്മുടെ മങ്കമ്പ് നെല്ലിഗവേഷണ കേന്ദ്രത്തിൽ വെച്ചൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഇന്നലത്തെ ക്ലാസ് ഞാനും അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ടില്ലർ അടിയെപ്പറ്റി ഒരു സംശയം പറഞ്ഞു. ടില്ലറിന് അടിച്ച മണ്ണ് കിട്ടുമോ? മണ്ണ് കുറവാണ്. ഈ അടിച്ച് ഇളകുന്ന അതിൻ്റെ താഴ്ച കുറവാണ്. നമുക്ക് 7 ടില്ലറുണ്ട്. 7 ടില്ലറിന് ഈ മണ്ണ് ഇല്ലാത്തതിൻ്റെ കാരണം, ഈ ടില്ലറിന് അടിച്ച് വെച്ച് മണ്ണ് ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധാരണ കലപ്പയിട്ട്, വണ്ണം കുറഞ്ഞ കലപ്പയിട്ട് അടിച്ചാൽ ചവറ് ചുറ്റും. ആദ്യത്തെ ഈ വരമ്പറമ്പ് അടിക്കും മണ്ണ് കാണും, നടുക്കിലും മണ്ണ് കാണത്തില്ല. ഈ കലപ്പയില് മുഴുവൻ ചവറ് ചുറ്റുന്ന കാരണമാണ് മണ്ണ് കിട്ടാത്തത്. ഈ കലപ്പ ഉണ്ടോ, ഇത് പ്രത്യേകം സെറ്റ് ചെയ്ത് വണ്ണം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ശകലം പോലും ചവറ് ചുറ്റത്തില്ല. അത് കാരണം 13-14 സെന്റിമീറ്ററോളം മണ്ണ് നിലവിളകും. 14 സെന്റിമീറ്റർ താഴ്ച നിലവിളകും. ഈ കലപ്പ ഇത്ര മണ്ണമുള്ള കലപ്പയാണെങ്കിൽ ചവറ് ചുറ്റുകയില്ല. ഒരു ചവറോ, ഒരു ആമ്പലിന്റെ ചവറോ കറുകയോ ഒന്നും, ഉടക്കോല ഉണ്ടെങ്കിൽ ഉടക്കോല ചുറ്റും, അല്ലാതെ ഒരു ചവറും ഇത് ചുറ്റത്തില്ല. ഇതാണ് ഈ കലപ്പയുടെ വണ്ണം. ഇതാണ് പഴയ കലപ്പ. ഇതാണ് എടുത്ത് കളഞ്ഞ കലപ്പ. ഇത്രയും മണ്ണേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ, വണ്ടി കണ്ടത്തിൽ ഇറങ്ങിയാൽ ഉടനെ ഇതേ കയറി ചവറ് കയറി ചുറ്റി മണ്ണ് കിട്ടത്തില്ല. ആ ചവറുമായിട്ട് അങ്ങ് നിരങ്ങി അങ്ങ് പോകത്തേ ഉള്ളൂ. അതേസമയം ഈ കലപ്പയാണെങ്കിൽ ചവറെന്ന് പറഞ്ഞ സാധനം ചുറ്റത്തില്ല. ആവശ്യത്തിന് നമുക്ക് ചെളിയും കിട്ടും. 7 ടില്ലറുണ്ട്. 7ലും ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ, എല്ലാ വണ്ടിയിലും. ഇങ്ങനത്തെ കലപ്പയുള്ള വണ്ടി കൊണ്ട് അടിച്ചാലേ നിലവും വൃത്തിയാവും. കണ്ടോ, 22 കലപ്പയുണ്ട്. ഈ ഷാഫ്റ്റിന്റെ വണ്ണം കണ്ടോ, ഇങ്ങനെ ഇത്തിരി ഷാഫ്റ്റ് ഇറക്കി, ഇത്തിരി ഷാഫ്റ്റ് ഇറക്കി ഉള്ള വണ്ടി കൊണ്ട് അടിച്ചാലേ ന്യായമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ് കിട്ടും. കണ്ടെത്തി നിലവും വൃത്തിയാവും. ചവറ് പിടിച്ചു പോയെങ്കിൽ ഈ മണ്ണ് തീരെ കുറവായിരിക്കും, അടിച്ചെന്ന് പോലും തോന്നത്തില്ല. ഇതൊന്ന് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്.